ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി താമസിച്ചു കേട്ടോ. രാത്രി 11:30 നിങ്ങൾക്ക് കിട്ടുമ്പം ഒരു മണിയൊക്കെ ആവും, കാരണം ഇത് അപ്ലോഡായി വരുമ്പം സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരമാണ് വീഡിയോ പിടിക്കാൻ പറ്റിയത്. അതായത് രാവിലെ ഒന്നും ഞങ്ങൾ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓരോരുത്തർ വന്നും പോയൊക്കെ ഞങ്ങൾക്ക് വീഡിയോയ്ക്കൊന്നും സമയം കിട്ടിയില്ല. പിന്നെ പ്രത്യേകിച്ച് പാചകമൊന്നും ചെയ്തില്ല. ആരൺ മീൻകറി വെച്ചതായിരുന്നു, നല്ല ചെമ്പല്ലി കറി വെച്ചു, സൂപ്പറായിരുന്നു. ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തു. രാവിലെ ദോശയും വെള്ള ചമ്മന്തി ഉണ്ടാക്കി തന്നു. അങ്ങനെയെല്ലാം പാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എപ്പോഴും എന്തിനാ വെള്ളച്ചമ്മന്തി മീൻകറിയൊക്കെ വെക്കുന്നത്. അപ്പം ഞാനിനി മൺഡേ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് എനിക്ക് ഡോക്ടർ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യുക അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ കൊച്ച് ഇന്നും നാളെയും കൂടെയൊക്കെ തിങ്കളാഴ്ചയും കൂടെ പുള്ളി ഓരോന്നൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്തും തരുന്നുണ്ട് നല്ല മാന്യമായിട്ട്. നല്ല കഷ്ടപ്പാടും അവനുണ്ട്, പാവം മെലിഞ്ഞും പോയി. ശരിക്ക് ആഹാരവും കഴിക്കുന്നില്ല, ചൂടല്ലേ. അപ്പം പുള്ളി ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് അവിടെ അങ്ങ് റെസ്റ്റ് എടുക്കും. അല്ലാതെ വലിയ അങ്ങേയറ്റത്തെ ഒരു കയറി ഇറങ്ങി പണ്ട് കൊഞ്ചിയും നടന്ന് കഴിച്ചോലൊന്നും ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല പാവം. ഇപ്പം ദേ കിടന്നു. നാളെ ചർച്ചിൽ പോകേണ്ടതുകൊണ്ട് വെളുപ്പിനെ 5:30 എഴുന്നേൽക്കണമല്ലോ. 6:45 ഓട്ടോ വരും, അതിന് പോകണം. 7 പുള്ളിക്ക് ചർച്ചിൽ ചെല്ലണം. പിന്നെ ഇവർ 3-4 കൊച്ചു പിള്ളേരാണ് ലാപ്ടോപ്പ് ഈ പ്രൊജക്ടറൊക്കെ ചെയ്യുന്നത്. അപ്പം ആരണ് ഒരാഴ്ചയെ ഓരോരുത്തർ മാറി മാറി ചെയ്യണം. അപ്പം ആരണ് രാവിലെ പോകണം. അപ്പം രാവിലത്തെ ഉച്ചയ്ക്കത്തെ ഒന്നും ഞങ്ങൾ എടുത്തില്ല. പിന്നെ കുറച്ച് 1-2 പേരൊക്കെ ഇവിടെ ഓരോ ആവശ്യങ്ങൾക്ക് വന്ന് അങ്ങനെയൊക്കെ ഞങ്ങൾ തിരക്കുമായിരുന്നു കേട്ടോ. അപ്പം പറഞ്ഞു വന്നത്, ഞാൻ ഇന്നൊന്ന് ചുമ്മാ പുറത്തോട്ട് ഇറങ്ങി, സാധാ പോലെ എന്നും വൈകുന്നേരം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഓരോ കാര്യങ്ങൾ വെയിൽ പോകുമ്പോഴത്തേക്കിനും മുറ്റത്തൂടെ ഇച്ചിരി ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് മുറ്റത്തിരിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെടിക്ക് വെള്ളം ഒഴിക്കും, അങ്ങനെ എന്തെങ്കിലും കോഴിക്ക് വെള്ളവും തീറ്റയും രാവിലെയും വൈകുന്നേരവും കൊടുക്കുമല്ലോ. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വൈകുന്നേരം തുണി അലക്കിയിട്ട് പേർക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അടുക്കള വശം ഒന്ന് പെട്ടെന്ന് തൂത്തുവിടാനും അതൊക്കെ ആരാണ് ചെയ്യുന്നതെല്ലാം. ഞാനപ്പോൾ കൂടെ നിൽക്കും, കൊച്ചൊറ്റയ്ക്കല്ലേ എന്നോർത്ത് അങ്ങനെ കൂടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നപ്പോൾ അടുപ്പിച്ച് ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും മഴയുണ്ട്, നല്ല മഴയാണ്. അപ്പം ഇന്ന് അത്ര കാര്യമായിട്ട് പെയ്തില്ല, എന്നാലും പെയ്തു. രാത്രിയില്ല പെയ്യുന്നു, ഒരു 7 മണി കഴിയുമ്പോൾ. അപ്പം അങ്ങനെ മഴ പെയ്തതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട. അപ്പം ഞാൻ ഓർത്തു ഈ മഴ പെയ്യുന്നതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഗ്രോ ബാഗിലേക്ക് 1-2 ഗ്രോ ബാഗ് ഇതേ വിണ്ട് കയറി. ഗ്രോ ബാഗിലേക്ക് ഭയങ്കര പുല്ലെന്ന് വെച്ചാൽ പശുവിന് കൊടുക്കുന്ന വലിയ പുല്ല് വളരത്തില്ല, അതുപോലെ ചുമ്മാ അങ്ങ് പുല്ല് വളരുക. എനിക്കാണെങ്കിൽ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് കണ്ടാൽ എൻ്റെ ഇടപാട് തീരും. കാരണം നമ്മൾ വളമൊക്കെ ഇട്ട് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ, അത് കൃഷിയെന്ന് വെച്ചാൽ ആനക്കൃഷി 1 ഏക്കറിലൊന്നും അല്ല. നമ്മളിതേ ഇത്രയും ഗ്രോ ബാഗിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആവശ്യത്തിനുള്ള നമുക്ക് പച്ചമുളക്, കാന്താരി, പിന്നെ തക്കാളി, അങ്ങനെയുള്ള ചീര, കോവയ്ക്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. അപ്പം വേണ്ടേ നോക്കുമ്പോൾ ഫുള്ളും പുല്ല്. അപ്പോൾ പിന്നെ ഞാൻ ഇതൊരു പിന്നെ സ്റ്റൂളൊക്കെ കുഞ്ഞി സ്റ്റൂളില്ലേ അതൊക്കെ ഇട്ട് ഞാൻ അവിടെ ഇരുന്ന് നല്ല പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ച് എനിക്ക് കട്ടൻ ചായ വൈകുന്നേരം ഇട്ട് തരുമല്ലോ. ഞങ്ങൾ കട്ടൻ ചായ കുടിയുണ്ടല്ലോ. കട്ടൻ ചായ ഇടുന്നതിന് മുമ്പ് പുള്ളി വിശക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അപ്പം അവൽ നനയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു തെങ്ങ് കായ്ക്കുന്നതുണ്ട്, ബാക്കി 2 കായ്ച്ചിട്ടില്ല. അപ്പോൾ ആ തെങ്ങി നിറച്ചുണ്ട് കേട്ടോ, നമുക്ക് ഉപയോഗിക്കാൻ ദൈവം സഹായിച്ചുണ്ട്. അപ്പം പുള്ളി കഴിഞ്ഞ ദിവസം കുറേ തേങ്ങയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ ഞാൻ പറഞ്ഞു പച്ചത്തേങ്ങ ഇല്ല, അവലിരിപ്പുണ്ട്, നമുക്കത് നനയ്ക്കുവാണെങ്കിൽ പിന്നെ പഴവും ഇരിപ്പുണ്ട്, ആ പഴം അങ്ങ് പോകാതെ ഇരുന്നോളും, നമുക്ക് കഴിക്കാമെന്ന്. എന്നാൽ ശരി നനയ്ക്കാമെന്ന് കൊച്ചു പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു അറിയാമോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി വെള്ളം ഒഴിച്ച് അവൽ നനച്ച ഭാഗ്യത്തിന് ഇവന് നല്ല വിവരവും ബോധമുണ്ട്. വെള്ളം ഒഴിച്ച് നനയ്ക്കണമെന്ന പുള്ളിയുടെ വിചാരം തേങ്ങ ഇട്ട് തിരുമ്മി അങ്ങനെയുള്ള അതറിയത്തില്ലല്ലോ. തേങ്ങ ഇട്ട് തിരുമ്മുമ്പോൾ നനവ് വന്നോളൂ എന്നൊന്നും കൊച്ചിനറിയത്തില്ല. കൊച്ചിനോട് പറഞ്ഞ് ഞാനോട്ട് കൊടുത്തുമില്ല. അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്ന്
പറഞ്ഞു കൊടുത്തില്ല. പുള്ളി തേങ്ങയൊക്കെ പൊതിച്ച് അത് ചിരണ്ടി ശർക്കരയൊക്കെ ചിരണ്ടിയിട്ട് അവൽ നനച്ചു. നനച്ചപ്പം പുള്ളിക്ക് ഇതെങ്ങനെ എന്താ ഇതൊന്ന് മയപ്പെട്ട് വരണ്ടേ, അന്നേരം പുള്ളി വെള്ളം ഒഴിച്ചു. പക്ഷേ വെള്ളം ഒഴിച്ച ഭാഗ്യത്തിന് പിന്നെ കൈ നനച്ചെങ്കാണ്ട് ഒരു ശകലേ ഒഴിച്ചുള്ളൂ കേട്ടോ. അതുകൊണ്ട് നല്ല സൂപ്പർ അവലായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.